ഹലോ എവരി വൺ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം സെക്കൻഡ് സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ബിസിനസ് ആൻഡ് സൈബർ ലോ എന്ന പേപ്പറിലെ തേർഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആൻഡ് വെബ്സൈറ്റ് സെക്യൂരിറ്റി റിസ്ക്സ് ആൻഡ് മാനേജ്മെന്റ് എന്നുള്ള യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മൾ കാര്യമായിട്ടും സൈബർ സെക്യൂരിറ്റിയും സൈബർ ക്രൈമും ത്രെഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നെറ്റ്വർക്ക് ആൻഡ് വെബ്സൈറ്റ് സെക്യൂരിറ്റി ഒക്കെ വരുന്നത്. സോ ആദ്യം നെറ്റ്വർക്ക് സെക്യൂരിറ്റി റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എന്നിരുന്നാലും എന്താണ് നൗഡേയ്സ് നമ്മുടെ ഇന്നത്തെ ഒരു കാലത്ത് എല്ലാ ബിസിനസ്സസ് എല്ലാം തന്നെ അവര് ഇന്റർനെറ്റ് ആൻഡ് ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ഡേ ടു ഡേ പ്രോസസ്സ് എല്ലാം ഇന്റർനെറ്റ് ആൻഡ് എന്താണ് ഡിജിറ്റൽ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം എന്റർപ്രൈസസിന്റെ റിസ്ക് മാനേജ്മെന്റിലും ഒരു കീ പാർട്ടാണ് സൈബർ സെക്യൂരിറ്റി റിസ്ക് മാനേജ്മെന്റ് എന്നുള്ളത്, അല്ലേ? സോ ഇവിടെ സൈബർ സെക്യൂരിറ്റി റിസ്ക് മാനേജ്മെന്റിലേക്ക് വരുമ്പോഴും മറ്റെല്ലാ റിസ്കുകളെയും പോലെ തന്നെ റിസ്ക് ക്യാൻ നോട്ട് ബി എലിമിനേറ്റഡ്. നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിലും സൈബർ സെക്യൂരിറ്റി പ്രോഗ്രാംസ് ഹെൽപ്പ് ഐഡന്റിഫൈ കീ ത്രെഡ്സ് ആൻഡ് ചൂസ് അപ്രോപ്രിയേറ്റ് IT സെക്യൂരിറ്റി മെഷേഴ്സ്. നമുക്ക് ഈ ഒരു റിസ്ക് മാനേജ്മെന്റിൽ വരുന്നത് നമുക്ക് വരാൻ സാധ്യതയുള്ള ത്രെഡ്സിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇതാണ് വെബ്സൈറ്റ് സെക്യൂരിറ്റി റിസ്ക് മാനേജ്മെന്റിൽ വരുന്നത്. ഇനി ഇവിടെ 5 കോമൺ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ത്രെഡ്സ് പറയുന്നുണ്ട്. നമ്മൾ സൈബർ സെക്യൂരിറ്റി ത്രെഡ്സിൽ പറഞ്ഞിട്ടുള്ള ഫിഷിങ്ങും കമ്പ്യൂട്ടർ വൈറസസ്, മാൽവെയർ ഓർ റാൻസംവെയർ, റോഡ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയറും, ഡിനൈൽ ഓഫ് സർവീസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനൈൽ ഓഫ് സർവീസ് നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെ തന്നെയാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ത്രെഡ്സിലും പറയുന്നത്. ഇനി ഇത്തരത്തിൽ നമ്മൾക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ത്രെഡ്സ് വരുമ്പോൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള ഈസി മെഷേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രിക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ആദ്യം പറയുന്നു, നെവർ പേ റാൻസം ടു എനി ഇൻഡിവിജ്വൽ. അതായത് പേ റാൻസം മീൻസ് മോണിറ്ററി രൂപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യുബിൾസ് ഒക്കെ ആയിട്ട് ഒരാൾക്കും നമ്മളിങ്ങനെ എന്താണ് അവർ ഡിമാൻഡ് ചെയ്യുമ്പോഴത്തിന് ത്രെട്ടൺ ചെയ്യുമ്പോഴത്തിന് പേ ചെയ്യാതിരിക്കുക. അതുപോലെ ഓൾവേസ് ഐഡന്റിഫൈ എനി അൺയൂഷ്വൽ ട്രാഫിക് ആക്ടിവിറ്റി. നമ്മൾ യൂഷ്വൽ അല്ലാത്ത എന്തെങ്കിലും ഒരു ട്രാഫിക് കണ്ടു കഴിഞ്ഞാൽ, ഒരു ആക്ടിവിറ്റി കണ്ടു കഴിഞ്ഞാൽ അത് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ് പെട്ടെന്ന് അതിനുള്ള മെഷേഴ്സ് എടുക്കാൻ പറ്റും. അതുപോലെ റെഡ്യൂസ് വിസിറ്റ് ടു അൺഫെമിലിയർ വെബ്സൈറ്റ്സ്. നമ്മളങ്ങ് കണ്ട വെബ്സൈറ്റിലെല്ലാം കയറാതെ നമുക്ക് ഓതറൈസ്ഡ് ആണെന്ന് തോന്നുന്ന വെബ്സൈറ്റിലേക്ക് മാത്രം ആ ഒരു ലിങ്ക്സ് മാത്രം ക്ലിക്ക് ചെയ്ത് അങ്ങ് കയറുക. ഓക്കെ, ദെൻ യൂസ് ഒതന്റിക്കേഷൻ ആസ് വെൽ ആസ് എ സ്ട്രോങ് പാസ്വേഡ്സ് യൂസ് ചെയ്യുക. നമുക്കറിയാം എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് സിംപ്ലി 1 2 3 4 എന്നൊന്നും പറഞ്ഞിട്ട് ഇടാതെ കുറച്ചുകൂടെ നമുക്ക് മെമ്മറബിൾ ആയിരിക്കണം. ഓക്കെ, എന്നിരുന്നാലും അധികം പെട്ടെന്ന് ആർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ അവർക്ക് ടെക്നിക്കലി തന്നെ ഒരുപാട് വഴിയുണ്ട്. പക്ഷെ ആലോചിച്ച് ക്രാക്ക് ചെയ്യാൻ മാത്രം സുഗമമാക്കുന്ന രീതിയിലുള്ള പാസ്വേഡ് ഒന്നും കൊടുക്കാതെ കുറച്ച് സ്ട്രോങ് പാസ്വേഡ് ഒക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. അതുപോലെ തന്നെ ബി കോഷ്യസ് ഓഫ് പബ്ലിക് വൈഫൈ ഫ്രീ എന്ന് കണ്ട് എവിടുന്നും വൈഫൈ എടുക്കുന്ന രീതികളൊക്കെ മാക്സിമം ഒഴിവാക്കുക. കീപ് യുവർ ആന്റിവൈറസ് അപ് ടു ദ മിനിറ്റ്. ആന്റിവൈറസസ് ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് പറയുന്നത്. ഇത്തരം നെറ്റ്വർക്ക് സെക്യൂരിറ്റി ത്രെഡ്സിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി വരുന്നത് വാട്ട് ഈസ് പ്രൈവസി റിസ്ക്. പ്രൈവസി റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം. പ്രൈവസി റിസ്ക് ഇൻക്ലൂഡ് ബട്ട് ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു ടെക്നിക്കൽ മെഷേഴ്സ് ദാറ്റ് ലാക്ക് അപ്രോപ്രിയേറ്റ് സേഫ് ഗാർഡ്സ്, സോഷ്യൽ മീഡിയ അറ്റാക്സ്, മൊബൈൽ മാൽവെയർ, തേർഡ് പാർട്ടി ആക്സസ്, നെഗ്ലിജൻസ് റിസൾട്ടിംഗ് ഫ്രം improper configuration, outdated security software, social engineering and lack of encryption എന്നുള്ളതൊക്കെയാണ് പ്രൈവസി റിസ്ക്, നെറ്റ്വർക്ക് പ്രൈവസി റിസ്കിൽ പറയുന്നത്. ഇനി സൈബർ സെക്യൂരിറ്റി റിസ്ക് മാനേജ്മെന്റ് ആണ്. എങ്ങനെ നമുക്ക് ഇത്തരം റിസ്ക്സ് ഒക്കെ മാനേജ് ചെയ്യാം എന്നുള്ളത് നോക്കുമ്പോൾ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് സൈബർ സെക്യൂരിറ്റി റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ്, അനലൈസിങ് ആൻഡ് അഡ്രസ്സിങ് ത്രെഡ്സ്. ഇത്തരം ത്രെഡ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ അഡ്രസ് ചെയ്യാനും റിസോൾവ് ചെയ്യാനൊക്കെയുള്ള ഒരു പ്രോസസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് solely the job of the security team but all employees play a role. എല്ലാ എംപ്ലോയീസ്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇതിലൊരു റോൾ ഉണ്ട്. സെക്യൂരിറ്റി ടീമിന്റെ മാത്രം ജോലിയല്ല നമ്മളെ എന്താണ് ആ ഒരു റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ഇത്തരം ത്രെഡ്സിൽ നിന്നൊക്കെ മാറി നിൽക്കുക, അതിലൊന്നും പെടാതിരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ജോലിയാണ് എന്നാണ് പറയുന്നത്.
ഇനി ഇവിടെ സൈബർ സെക്യൂരിറ്റി റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള എഫക്റ്റീവ് മാനേജ്മെന്റ് ഓർഗനൈസേഷൻസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ഡെവലപ്പിംഗ് പോളിസീസ് ആൻഡ് ടൂൾസ് ഫോർ വെൻഡേഴ്സ് റിസ്ക് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഐഡന്റിഫൈങ് എമർജന്റ് റിസ്ക്സ്, നമ്മുടെ റെഗുലേഷൻസ് ഒക്കെ ന്യൂ റെഗുലേഷൻസ് ഒക്കെ മനസ്സിലാക്കാം. അതുപോലെ അഡ്രസ്സിംഗ് ഇന്റേണൽ വീക്ക്നെസ്സസ്, മിറ്റിഗേറ്റിംഗ് IT risks through training, policies and controls, testing overall security posture, documenting vendor risk management for regulatory or customer requirements വേണ്ടിയിട്ട് ഡോക്യുമെന്റേഷൻസ് ഒക്കെ ചെയ്യാന്നുള്ള ഒരു ബേസിക് ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നടക്കേണ്ട റിസ്ക് മാനേജ്മെന്റിന്റെ ആസ്പെക്ട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ബിസിനസ് റിസ്ക് മാനേജ്മെന്റ് ഇഷ്യൂസ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. സോ ഈ ബിസിനസ് റിസ്ക് മാനേജ്മെന്റ് ഇഷ്യൂസിൽ പറയുന്നത് ആദ്യം ഓൺലൈൻ സെക്യൂരിറ്റി പറയുന്നുണ്ട്. അതായത് എന്താണ്, ദർ ഇസ് എ ഹോൾ റേഞ്ച് ഓഫ് സെക്യൂരിറ്റി ത്രെഡ്സ് ഔട്ട് ദർ ടു ബി വെയർ ഓഫ്, ഇൻക്ലൂഡിങ് എന്തൊക്കെ ത്രെഡ്സ് ആണ് നമുക്കുള്ളത്, മാൽവെയർ, ഫിഷിംഗ് അറ്റാക്സ്, ഹാക്കിംഗ് ആൻഡ് സ്പാം മെയിലിംഗ്, സ്പൂഫിംഗ് ഒക്കെ വരുന്നുണ്ട്. സോ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്ക് ഷുവർ ദാറ്റ് യു അപ്ഡേറ്റ് യുവർ പ്ലാറ്റ്ഫോംസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് റെഗുലർലി, നമ്മുടെ സിസ്റ്റംസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ട് വെക്കുക. അതുപോലെ തന്നെ ആൻഡ് യൂസ് എ സ്ട്രോങ് SSL, അതൊരു സെക്യൂർ സോക്കറ്റ് ലെയേഴ്സ് ഒക്കെ സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ സിസ്റ്റം റിലയബിലിറ്റി ആണ് അടുത്തത് പറയുന്നത്. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ISP സർവർ കുഡ് ക്രാഷ് യുവർ ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം, കുഡ് ഷോ എറേഴ്സ് ആൻഡ് ദ ഇ-കൊമേഴ്സ് പ്ലഗിൻ കുഡ് ഹാവ് ബഗ്സ്. ഇത്തരം സെക്യൂരിറ്റി ത്രെഡ്സ് ഒക്കെ നമുക്ക് വരാം. സോ എക്സെപ്റ്റ് കീപ്പിംഗ് ഓൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് APIs updated, these are just some things that may happen outside of our control. നമ്മുടെ കൺട്രോളിനപ്പുറം ഇത്തരം കാര്യങ്ങളൊക്കെ സാധിക്കാം. അതുപോലെ തന്നെ പ്രൈവസി ഇഷ്യൂസ് വരാം, കസ്റ്റമർ ഡിസ്പ്യൂട്ട്സ് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. എന്താണ്, കസ്റ്റമർ ഓർഡർ ചെയ്ത സാധനം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ചാർജ്ഡ് ട്വൈസ്, സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് വരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അങ്ങ് ഡെബിറ്റ് ആവുകയും ചെയ്ത് അവിടെ അങ്ങ് ക്രെഡിറ്റ് ആയിട്ടില്ല. ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സ് ഇഷ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ എന്താണ്, പ്രൊഡക്റ്റ് പറഞ്ഞിട്ടില്ല, ഓൺലൈൻ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടൊന്നുമില്ല, കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കസ്റ്റമറിന്റെ ഭാഗത്ത് ശരിയോ തെറ്റോ എന്നിരിക്കട്ടെ, കസ്റ്റമർ ഈസ് ദ കിങ് എന്നാണല്ലോ. സോ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് ശരിയെന്നുണ്ടെങ്കിൽ കസ്റ്റമറിനെ കേൾക്കാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു കസ്റ്റമർ സർവീസസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഓൾവേസ് ഹാവ് ഗ്രേറ്റ് കസ്റ്റമർ സർവീസ് ആൻഡ് ടു റെക്ടിഫൈ ഓൾ പോസിബിൾ മിസ്റ്റേക്സ് ദാറ്റ് വർ മെയ്ഡ് എന്നുള്ളതാണ് കസ്റ്റമർ ഡിസ്പ്യൂട്ട്സിൽ പറയുന്നത്. അതുപോലെ മറ്റു ഫ്രോഡ്സിൽ വരുന്നത് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്സ് ഉണ്ട്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇഷ്യൂസ് ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിലെ ഇമേജസും പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസ്, ലോഗോസ്, വീഡിയോസ്, മ്യൂസിക്സ്, നമ്മുടെ പ്രൊഡക്ട്സ് തന്നെ കുഡ് ബി കോപ്പീഡ് ബൈ അതേഴ്സ്. മറ്റുള്ളവരങ്ങ് അട്ടറായിട്ട് മൊത്തത്തിൽ അങ്ങ് കോപ്പി ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരാം. സോ നമ്മുടെ കോപ്പി റൈറ്റ് പ്രോപ്പർട്ടി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഒക്കെ എന്താണ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നമുക്ക് വരാം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ SEO പറയുന്നുണ്ട്. ആ ഒരു നമ്മുടെ ഒരു അൽഗരിതം ഉണ്ടാവുമല്ലോ, എന്താണ്, ഗൂഗിൾ ഓർ അതർ പ്ലാറ്റ്ഫോംസ് കുഡ് ഡു എ കംപ്ലീറ്റ് മേക്ക് ഓവർ ഓഫ് ദെയർ അൽഗരിതം അറ്റ് എനി ടൈം ആൻഡ് മേക്ക് യുവർ വെബ്സൈറ്റ് ട്രാഫിക് ഡ്രോപ്പ് സിഗ്നിഫിക്കൻ്റ്ലി ഓവർനൈറ്റ്. പെട്ടെന്ന് നമ്മളെ വെബ്സൈറ്റ് ട്രാഫിക് ഒക്കെ കുറയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സോ നമ്മൾ നല്ല കീവേഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഒപ്റ്റിമൈസേഷൻ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ നമ്മൾ ഉറപ്പുവരുത്തണം. ദെൻ റിട്ടേൺ ഓഫ് ഗുഡ്സ് ആൻഡ് വാറന്റി, വെയർ ഹൗസിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ഇഷ്യൂസ് ഒക്കെയാണ് ഇവിടെ നമ്മൾ ഈ ബിസിനസ് റിസ്ക് മാനേജ്മെന്റ് ഇഷ്യൂസ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാമാണ് നമ്മൾ നേരിടാൻ പോകുന്ന ഇഷ്യൂസ്. ഇതിനെല്ലാം പ്രിവെന്റ് ചെയ്യുന്നതിൽ ഫേസ് ചെയ്യാൻ പാകത്തിന് നമ്മളെ സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് എന്താണ് ആപ്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ബേസിക്കലി പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ കാര്യമായിട്ട് പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ഇലക്ട്രോണിക് എൻക്രിപ്റ്റഡ് stamp of authentication on digital information such as email messages, macros or electronic documents. അത് ഇലക്ട്രോണിക് ആയിട്ടുള്ള സിഗ്നേച്ചറിനെയാണ്, അതിന് വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ ആൻഡ് ഇറ്റ് കൺഫേംസ് ദാറ്റ് ദ ഇൻഫർമേഷൻ ഒറിജിനേറ്റഡ് ഫ്രം ദ സൈനർ ആൻഡ് ഹാസ് നോട്ട് ബീൻ അൾട്ടേർഡ്. അതായത് സൈനർ സൈൻ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ അതിൽ വെക്കുന്നത് കൂടി അതിൻ്റെ ഒതൻറ്റിസിറ്റി ഒന്നുകൂടെ ഉറപ്പുവരുത്താണ് ചെയ്യുന്നത്. ഇതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ മറ്റൊരു ടേം ഇതിൽ കാര്യമായിട്ടും വരുന്നത് ഫയർ വാൾസ് ആണ്. ഫയർ വാൾ എന്ന് പറയുന്നത്, ഫയർ വാൾ ഒരു വാള്,
ഒരു മതിലിങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ചിത്രം ആലോചിച്ച് നോക്കി, അതൊരു പ്രൊട്ടക്ഷൻ അല്ലേ. ഒരു കത്തി നിൽക്കുന്ന മതിൽ എടുത്ത് ചാടാനൊന്നും കള്ളന്മാര് വരില്ലല്ലോ എന്നൊക്കെ രീതിയിൽ നമുക്കൊന്ന് ഓർക്കാം. എനിവേ ഫയർവാൾസ് അങ്ങനെയൊന്നും ഓർക്കേണ്ട കാര്യമില്ലല്ലേ. ഫയർവാൾസ് നമ്മൾ ഡെയിലി ലൈഫിൽ കേൾക്കുന്ന, ഒരു കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ഒരാളെ എന്തായാലും അറിയുന്ന കാര്യമാണ്. ഇറ്റ്സ് എ സെക്യൂരിറ്റി സിസ്റ്റം ആണ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഓർ ബോത്ത്, ദാറ്റ് മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് നെറ്റ്വർക്ക് ട്രാഫിക് ബിറ്റ്വീൻ ട്രസ്റ്റഡ് ആൻഡ് അൺട്രസ്റ്റഡ് നെറ്റ്വർക്ക്. നമ്മളെ നെറ്റ്വർക്ക് ട്രാഫിക് മോണിറ്റർ ചെയ്തിട്ട് ആരെങ്കിലും ആവശ്യമില്ലാത്തവര് അൺഓതറൈസ്ഡ് ആക്സസിലൂടെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി സേഫ് ഗാർഡ് ചെയ്യുന്ന ഒരു ഗേറ്റ് കീപ്പർ ആണ് ഫയർവാൾ എന്ന് പറയുന്നത്. ഓക്കെ, it works like a gatekeeper. It allows safe authorized traffic to pass through. Safe ആയിട്ടുള്ള authorized ആയിട്ടുള്ള ട്രാഫിക് അവരെ അലൗ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ബ്ലോക്സ് ഓർ റെസ്ട്രിക്ട് ഹാംഫുൾ ഓർ അൺഓതറൈസ്ഡ് ട്രാഫിക്കിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹാക്കേഴ്സോ മാൽവെയർസോ അല്ലെങ്കിൽ സസ്പീഷ്യസ് ഡാറ്റ പാക്കറ്റ്സ് ഒക്കെ വരുമ്പോൾ അതിനെ ഫയർവാള് ബ്ലോക്ക് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. എനിവേ, a firewall approach provides numerous advantages to sites by helping to increase overall host security. increase ചെയ്യുന്ന രീതിയിൽ ഫയർവാൾ തികച്ചും അഡ്വാൻറ്റേജസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഫയർവാൾസിന്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ ബേസിക്കലി 2 ടൈപ്പാണ് വരുന്നത്. ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാൾസും ഉണ്ട്, നെറ്റ്വർക്ക് ബേസ്ഡ് ഫയർവാൾസ് ഉണ്ട്. ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാൾ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു എന്താണ് ഫയർവാൾ സിസ്റ്റമാണ് ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാൾ. നമ്മളൊരു പലപ്പോഴും നമുക്ക് ചീപ്പായിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്ന ഫയർവാൾ സിസ്റ്റമാണ് ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാൾസും. എവറി നെറ്റ്വർക്ക് നോഡ് ഹാസ് എ ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാൾ ഇൻസ്റ്റാൾ വിച്ച് റെഗുലേറ്റ്സ് ഓൾ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പാക്കറ്റ്സിനെ റെഗുലേറ്റ് ചെയ്തിട്ട് നിർത്തുന്നത് ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാൾസ് ആണെന്ന് പറയുന്നുണ്ട്. നെറ്റ്വർക്ക് ബേസ്ഡ് ഫയർവാൾസിലേക്ക് വരുമ്പോൾ പ്രൊട്ടക്ട് മൾട്ടി ഡിവൈസസ് ഇൻ എ നെറ്റ്വർക്ക്. ഇതൊരു നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസിനെയും മൾട്ടി ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഗേറ്റ് കീപ്പ് ചെയ്യുന്ന രീതിയാണ് നെറ്റ്വർക്ക് ബേസ്ഡ് ഫയർവാൾസിൽ പറയുന്നത്. ഇറ്റ്സ് കമ്പാരിങ് ടു ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാൾസ് ബിറ്റ് എക്സ്പെൻസീവ് ആണ് നെറ്റ്വർക്ക് ബേസ്ഡ് ഫയർവാൾസ് എന്ന് പറയുന്നത്. ഓക്കെ, so a network firewall might have 2 or more network interface cards ഉണ്ടാവും. A network based firewall is usually a dedicated system with proprietary software installed. ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് സിസ്റ്റം ആയിരിക്കും നെറ്റ്വർക്ക് ബേസ്ഡ് ഫയർവാൾ എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഫയർവാൾസിൻ്റെ റിയൽ ടൈം ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് നെറ്റ്വർക്ക്സിലും അതുപോലെ ഗവൺമെൻറ് ഓർഗനൈസേഷനാണെങ്കിലും സർവീസ് പ്രൊവൈഡേഴ്സിനാണെങ്കിലും സ്മോൾ എൻ്റർപ്രൈസസിനാണെങ്കിലും നെറ്റ്വർക്ക്സ് അറ്റ് ഹോം, അതായത് ഒരു ഇൻഡിവിജ്വലിനാണെങ്കിലും ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റത്തിനൊക്കെ ആണെങ്കിലും ഫയർവാൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർക്കെല്ലാം യൂസ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. കോർപ്പറേറ്റ് നെറ്റ്വർക്ക്സിലേക്ക് വരുമ്പോൾ many businesses employ firewalls to guard against unwanted access and other security risks on their corporate network. അവരുടെ കോർപ്പറേറ്റ് നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ അൺവാണ്ടഡ് ആക്സസിനെയും ഒക്കെ ഓതറൈസ് ചെയ്യുന്ന രീതിയിൽ കോർപ്പറേറ്റ്സ് ഫയർവാൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഓൾസോ they frequently employ firewalls to safeguard sensitive data and to adhere to rules like Health Insurance Probability and Accountability Act HIPAA എന്ന് പറയുന്നത്. അതുപോലെ പേയ്മെൻറ്റ് കാർഡ് ഇൻഡസ്ട്രി ഡാറ്റ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ പോലെയുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സെൻസിറ്റീവ് ഡാറ്റയൊക്കെ സേഫ് ഗാർഡ് ചെയ്യാൻ ഗവൺമെൻറ് ഓർഗനൈസേഷൻസും ഫയർവാൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സർവീസ് പ്രൊവൈഡേഴ്സ് ആവട്ടെ, സ്മോൾ എൻ്റർപ്രൈസസിനെയൊക്കെ സംബന്ധിച്ച് അവരുടെ ഇൻ്റർണൽ നെറ്റ്വർക്കിനെ സെപ്പറേറ്റ് ചെയ്യാനും സ്പെസിഫിക് റിസോഴ്സ് ഒരു ആപ്ലിക്കേഷനിലേക്ക് ഉള്ള ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവരും ഉപയോഗിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് അറ്റ് ഹോം ആണെങ്കിലും അതുപോലെ ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റത്തിലാണെങ്കിലും, ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റം മീൻസ് ഇല്ലീഗൽ ആക്സസ് ആൻഡ് സൈബർ അറ്റാക്സിനൊക്കെ എതിരെ ആയിട്ട് നെറ്റ്വർക്ക് അറ്റ് ഹോം ആണെങ്കിലും ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റത്തിലെല്ലാം ഫയർവാൾസ് യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നെറ്റ്വർക്ക് സെക്യൂരിറ്റി റിസ്ക്സ് എന്താണെന്നുള്ളതും പ്രൈവസി റിസ്ക്കും അതുപോലെ സൈബർ സെക്യൂരിറ്റി റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഡിജിറ്റൽ സിഗ്നേച്ചറും പിന്നെ കാര്യമായിട്ടും ഫയർവാൾസുമാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ.